മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പത്തനംതിട്ട ജില്ലയിൽ ഒരു ഗ്ലോബൽ എയറോപോളിസ് വരുന്നു, ഒരു വിമാനത്താവളമാണെന്ന് തോന്നുന്നു. അഡ്വർടൈസ്മെന്റ് നിരന്തരം ഒരു ചാനലിൽ കാണുകയുണ്ടായി. ഒരുപക്ഷെ ആറന്മുള വിമാനത്താവളം ക്യാൻസലായി പോയതുകൊണ്ട് അത് പത്തനംതിട്ടയിലെ മറ്റൊരു ഭാഗത്തിലേക്ക് മാറുകയാണെന്ന് തോന്നുന്നു. നല്ല ഒരു വിമാനത്താവളമായിരിക്കും, നല്ല ഗംഭീരമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറോട് കൂടിയിട്ടുള്ളതായിരിക്കും. അതെല്ലാം അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അഖില ലോക മലയാളികൾ കൈകോർത്ത് പിടിക്കുന്നു. ഒരുപക്ഷെ എറണാകുളത്തെ വിമാനത്താവളം പോലെ തന്നെ ശ്രേഷ്ഠമായിരിക്കാം ഇത്. പക്ഷെ ഒരു കാര്യത്തിൽ ഒരു വർഗീയവാദി എന്ന് ഗോപാലകൃഷ്ണനെ മുദ്ര കുത്തണമെങ്കിൽ ധൈര്യമായിട്ട് മുദ്ര കുത്താം. RSS കാരനും സംഘിയുമാണെന്ന് മുദ്ര കുത്തണമെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് രീതിയിൽ മുദ്ര കുത്തിയാലും വസ്തുതകൾ എന്താണെന്നൊന്ന് പറയണ്ടേ. ഇതിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എയറോപോളിസിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോൾ അതിൽ മെത്രാനും ബിഷപ്പും കർദിനാളിൻ്റെയൊക്കെ ഫോട്ടോ ആണുള്ളത് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട്. ഈ കേരളത്തിൽ ഈ മെത്രാന്മാരും ബിഷപ്പുമാരും കർദിനാൽമാരും മാത്രമേ ഉള്ളൂ? ഹിന്ദു സന്യാസിമാരോ മുസ്ലിം മൗലവിമാരോ ഒന്നും ഇല്ലേ? അല്ല, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും യാത്രക്കാരുടെ, ഹിന്ദുക്കളായ മുസ്ലിങ്ങളായ യാത്രക്കാര് ഈ ഗ്ലോബൽ എയറോപോളിസിൽ ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ ഷെയർ എടുക്കണ്ട, അങ്ങനെ വല്ലതും ഉണ്ടോ? ഓരോ കാര്യത്തിനും ഇവിടെ ഗവൺമെന്റ് നിർമ്മിച്ച മുക്കുവരുടെ ഹൗസിംഗ് ബോർഡ്, അവര് ഗവൺമെന്റ് നിർമ്മിച്ച ഫ്ലാറ്റ് മുക്കുവർക്ക് കൊടുക്കുന്നതിൽ ചീഫ് ഗസ്റ്റായിട്ടിരുന്നത് സൂസവാക്യവും മറ്റു ബിഷപ്പുമാരുമാണ്. അപ്പൊ ഹിന്ദു സന്യാസിമാർക്ക് ഒരു സ്ഥാനവുമില്ലേ? ഹൈന്ദവ ജനതയുടെ ആധാര ക്ഷേത്രമായ, ഭാരതത്തിന്റെ ആധാരം ആയിട്ടുള്ള കേരളത്തില് ഈ അച്ഛന്മാർക്കും കർദിനാൽമാർക്കും ബിഷപ്പുമാർക്കും മാത്രമേ ഇങ്ങനെ പൊതുവേദിയിൽ സ്ഥാനങ്ങളോ ഉള്ളൂ. ഏതായാലും ഓരോ ഹിന്ദുവും ഇതറിയണം. എല്ലാ ബിഷപ്പുമാരും എല്ലാ കർദിനൽമാരും എല്ലാ കന്യാസ്ത്രീകളും എല്ലാ അച്ഛന്മാരും ശ്രേഷ്ഠന്മാരൊന്നും അല്ലല്ലോ. ഒരച്ഛൻ 9 വയസ്സായിട്ടുള്ളതോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചതിന് 2 ജീവപര്യന്തം കിട്ടിയ ഒരു സമുദായമാണ്. അഭയ കേസ് ഇപ്പോഴും മുഴുവനായിട്ടില്ല. എത്രയോ അധികം പ്രശ്നങ്ങൾ ലോകത്തില് ശരിക്ക് ഈ നാട് വിട്ടുപോയ ഒരു അച്ഛനെ കണ്ടെത്താനുള്ള പോലീസ് നോട്ടിഫിക്കേഷൻ വന്നത് ഇവിടെയാണ്. അടുത്ത കാലത്ത് ഒരു ക്രിസ്ത്യൻ സഭ പറയുകയുണ്ടായി, ഇതിനകത്തുള്ള കേസുകളും വയ്യാവേലിയും തീർക്കാൻ തന്നെ ഞങ്ങൾക്ക് നേരമില്ല എന്ന്. മരാമൺ കൺവെൻഷനിൽ പോലും ഒരു തമ്മിലടിയൊക്കെ ഉണ്ടാവുന്ന സ്ഥിതിക്ക് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഹൈന്ദവ ജനതയെ അടിമുടി മാറ്റി നിർത്തി കുറേ ക്രിസ്ത്യന്മാരെയും അച്ഛന്മാരെയും മെത്രാന്മാരെയും മാത്രം മുമ്പിൽ നിർത്തി കർദിനാൾ ആയപ്പോഴത്തേക്കും VS അച്യുതാനന്ദനും പിണറായി വിജയനും വന്നിട്ടാണ് പൗരസ്വീകരണത്തിന് അധ്യക്ഷം വഹിച്ചതും ചീഫ് ഗസ്റ്റായിട്ട് വന്ന കർദിനാളിന് ഏറ്റവും അധികം കീനോട്ട് അഡ്രസ്സ് കൊടുത്തതുമൊക്കെ. അമൃതാനന്ദമയ്യെയും സായിബാബയെയും ശ്രീ രവിശങ്കറിനെയും പച്ചയ്ക്ക് അവഹേളിക്കുകയും അവർക്കെതിരെ TV ചാനലുകളിൽ വരാൻ ഒരു കാരണവശാലും സത്യസന്ധമല്ലാത്തത് ന്യൂയോർക്കിൽ ചെന്നിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ട് കൊടുക്കുകയും ചെയ്തവര്, ഈ യേശു അല്ലാതെ വേറെ ദൈവം ഉണ്ടാവരുത്, ബൈബിൾ അല്ലാതെ വേറെ ഗ്രന്ഥം ഉണ്ടാവരുത്, യേശു ഏകരക്ഷകൻ യഹോവ മാത്രമേ ഉണ്ടാകാവൂ എന്ന് പറഞ്ഞ് എൻ്റെ മതം, എൻ്റെ പുസ്തകം, എൻ്റെ കുരിശ്, എൻ്റെ രീതി, എൻ്റെ വഴി മാത്രം ശരി എന്ന് പറഞ്ഞ് ഹിന്ദുവിനെ നിരന്തരം മതം മാറ്റിക്കൊണ്ടിരുന്നിട്ടും അതിലെ ഒരുവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗർവാപസി എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യുകയും ഇവിടെ നിന്ന് 10,000-കണക്കിന് ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോവുകയും, അതുപോലെ തന്നെ മദർ തെരേസ സ്വന്തം നാക്കുകൊണ്ട് വായ കൊണ്ട് പറഞ്ഞു 29,000 പേർക്ക് ഞാൻ സെന്റ് പീറ്ററിന്റെ ടിക്കറ്റ് കൊടുത്ത് ബാപ്റ്റൈസ് ചെയ്തു എന്ന് പറഞ്ഞു. അത് മതം മാറ്റിയിട്ടുണ്ട് അവര് എന്ന് സർസംഘചാലക് പറഞ്ഞപ്പോ, RSSന്റെ നേതാവ് പറഞ്ഞപ്പോ
അത് വലിയ ഇഷ്യൂ ആക്കിയതും ഇവര് തന്നെ 29,000 പേരെ മതം മാറ്റി എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു ഇഷ്യൂ അല്ലാതിരിക്കുകയും ചെയ്തതിന്റെ കൂട്ടത്തില് ഈ കേരളം ഈ ഭാരതം മുഴുവനും ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ മാത്രം തറവാട്ട് സ്വത്താക്കി മാറ്റിയെങ്കിൽ അതിനകത്തൊരു എല്ലാവരും നല്ല സന്യാസിമാരുണ്ടാവണമെന്നില്ല, എല്ലാവരും ആവണമെന്നില്ല, അല്ലാതെ നല്ലവരില്ലേ? നല്ല അച്ഛന്മാരും നല്ല മെത്രാന്മാരും നല്ല ബിഷപ്പുമാരും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരുന്ന പോലെ ഇവിടെയും ഇല്ലേ നല്ലവര്? അതെന്തേ? യഥാർത്ഥത്തിൽ ഒരു വിഭാഗത്തിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി ആ വിഭാഗത്തിലെ ആൾക്കാരെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുകയും ഇതേതാണ്ട് ഒരു ക്രിസ്ത്യൻ രാജ്യം പോലെ അല്ലെങ്കിൽ മുസ്ലിം രാജ്യം പോലെ തന്നെ നിരന്തരം ചില കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഹിന്ദു പ്രതികരിച്ചതിൻ്റെ പ്രതികരണമാണ് മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടായത് എന്നുള്ളത് പോലെ കേരളത്തിലും ഹൈന്ദവ ജനതയെ പ്രതികരിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എല്ലാ ഹിന്ദുക്കളും ഒന്ന് ഇറങ്ങി വിചാരിക്കുക. ഇന്ന് ഭരിക്കുന്ന പാർട്ടി ഉൾപ്പെടെ ചിലപ്പോൾ വളരെയധികം ദയനീയമായ അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. ഏതായാലും എല്ലാവരും ചിന്തിക്കട്ടെ. ഗ്ലോബൽ എയർ ഓഫ് പോളീസിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നവരും അച്ഛൻ്റെയും മെത്രാന്റെയും കർദിനാളും മാത്രം ഉദ്ഘാടനം ചെയ്യുന്ന അവസ്ഥയും ഗവൺമെന്റ് പരിപാടികൾക്കെല്ലാം പള്ളി പാതിരിമാരെയും അച്ഛന്മാരെയും വിളിക്കുകയും ഹൈന്ദവ അല്ലെങ്കിൽ മറ്റു മതത്തിലുള്ള ആരെയും തൊടിയിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഏത് മതേതരത്വമാണ് ഇവർ പ്രസംഗിക്കുന്നത്? അവരെന്നും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവം എൻ്റെ വഴി ഏകരക്ഷകൻ, നിങ്ങൾക്ക് അന്ത്യവിധി നാളിൽ രക്ഷപ്പെടണമെങ്കിൽ മാനസാന്തരപ്പെടുവിൻ. ക്രിസ്ത്യാനിയാവാനാ പറഞ്ഞിരിക്കുന്നത്. എന്തേ അത് അങ്ങനെ? അത് മാത്രമേ ലോകത്തിൽ നിലനിൽക്കാവൂ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് അവർ ചെയ്യുന്നതും പറയുന്നതും ശരിയും, ഹൈന്ദവ ജനത എല്ലാം വർഗീയവാദികളും അവരിലൊരു സന്യാസിയെ പോലും വിളിക്കാതിരിക്കലും ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ ഇവിടുത്തെ ഹൈന്ദവ ജനതയുടെയാണ്. രാമായണവും മഹാഭാരതവും വേദങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ഭാഗവതവും എല്ലാം അതിൻ്റെ തന്നെ സിംബലും എംബ്ലവുമാണ് ഇന്ന് ലോകത്തിലെ ഭാരതത്തിലെ ഏത് സംഘടനയും എടുക്കുന്നത്. മനോരമ പോലും കർമ്മണി ത്യജ്യതേ പ്രജ്ഞാഹ എന്ന് കേരള യൂണിവേഴ്സിറ്റി എടുക്കുന്നത് പോലെ ധർമ്മോസ്മത് കുലദൈവതം എന്ന് മനോരമ എടുത്തിട്ടുണ്ട്. ഏത് ക്രിസ്ത്യൻ ഹിന്ദു സംഘടനകളുടെ അല്ലെങ്കിൽ ഗവൺമെന്റ് സംഘടനയുടെ കാച്ചി എംബ്ലം ഭാരതത്തിന്റെ പൈതൃകത്തിൻ്റെതാണെന്ന് കൂടി മറക്കാതിരിക്കട്ടെ. ആ ഭാരതത്തിന്റെ പൈതൃകമാണ് എങ്കിൽ ഭാരതത്തിന്റെ പൈതൃകത്തിന്റെ വാഹകർക്ക് കൂടി വിദേശത്തു നിന്ന് വന്ന 2 മതത്തിന്റെ പുരോഹിതന്മാർക്ക് ലഭിക്കുന്ന സ്ഥാനത്തിന്റെ പകുതിയെങ്കിലും ലഭിക്കാൻ അവകാശമുണ്ട് എന്ന് ഇത് നടത്തുന്നവരെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.